അതിഥി കം. ഇന്നത്തെ ഷെഡ്യൂൾസ് എന്തൊക്കെയാ? Sir, 10 a.m. meeting with marketing team, 11 a.m. executive team meeting. 12 p.m. site visiting. ഇന്നത്തെ ഷെഡ്യൂൾസ് ഇതാണ് സർ. എന്താ സർ, എന്തു പറ്റി? വല്ല കുഴപ്പമുണ്ടോ? സ്വപ്നമായിരുന്നോ? എൻ്റെ ഫസ്റ്റ് കിസ്സല്ലേ ആ കാലൻ അടിച്ചോണ്ട് പോയത്. ഇനി ഓഫീസിൽ പോയി അയാളെ തിരുമാതെ കാണണമല്ലോ. മനുഷ്യ, നിങ്ങൾ ചോദിക്കുന്നില്ലേ? ചോദിക്കേ. ഇപ്പൊ തന്നെ ചോദിക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഥകളി കളിക്കണ്ട. എന്നതാ കാര്യം പറ. എടാ, നെക്സ്റ്റ് സൺഡേ നീ ഒരു ഡേറ്റിന് പോണം. ഡേറ്റോ? എന്ത് ഡേറ്റ്? ഓ, ഈ പൊട്ടൻ. എടാ, നമ്മുടെ തോമസങ്ങളുടെ മോളില്ലേ എസ്തർ, അവളുടെ കൂടെ. നടക്കില്ല നടക്കില്ല നടക്കില്ല. ഏട്ടനോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുതെന്ന്. എന്ത് നടക്കില്ലെന്ന്? നീ എത്ര നാളെന്ന് വെച്ചാടാ ഇങ്ങനെ ജീവിക്കുന്നേ? നിന്റെ താളത്തിനൊത്ത് തുള്ളാനേ ഇനി ഞങ്ങളെ കിട്ടത്തില്ല. മര്യാദക്ക് ഞായറാഴ്ച കൊച്ചിനെ പോയി കണ്ടേക്കണം. ഏട്ടത്തി, എനിക്ക് ഈ മാരേജിനോടൊന്നും താല്പര്യമില്ല. നിങ്ങൾ രണ്ടുപേരും എന്താ അത് മനസ്സിലാക്കാത്തെ? അവനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അവനെ കല്യാണം കഴിപ്പിക്കണ്ട. അവൻ മണ്ടന. നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിച്ചോ? ഈ കുരിപ്പ് എവിടെ നിന്ന് വന്ന്? അയ്യട, കല്യാണം കഴിക്കാൻ പറ്റിയ ഒരു സാധനം. നീ ആദ്യം തന്നെ മൊട്ടേന്ന് വിരി. നീ പോടാ പട്ടി. പട്ടീനാ? ഹോ, രാവിലെ രണ്ടും കൂടി തുടങ്ങിക്കോളും. എന്റെ ആരവേ, നിനക്ക് എന്തുവാ? അവൻ കൊച്ചല്ലേ, അവനെ പോലെ നീയും തുടങ്ങി എങ്ങനെയാ? കൊച്ചോ? ഇവനോ? കൊച്ചിന്റെ വായിന്ന് വന്ന വർത്താനമാണല്ലോ ഏട്ടത്തി ഇപ്പൊ കേട്ടത്. ഹലോ ഗൈസ്, എന്നെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലേ? ഞാനാണ് പീക്കാച്ചു. നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവില്ലേ ഇതെന്ത് പേരാണ്? ശരിയാ, ഞാനും ആലോചിച്ചിരുന്നു. ഇത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള എന്റെ ഫേസ് നോക്കി ഇവരെനിക്ക് ഇട്ടേക്കുന്ന പേരാ പീക്കാച്ചു. അതൊക്കെ പോട്ടെ, ഞാൻ എന്റെ പപ്പേനെയും മമ്മേനെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് എന്റെ പപ്പയും മമ്മയും, അമിത് ആൻഡ് നിത്യ. എന്റെ പപ്പ ഞങ്ങളെ തന്നെ ഹോസ്പിറ്റലില് കുട്ടികളെ നോക്കുന്ന ഡോക്ടറാണ്. മമ്മയാണെങ്കിൽ ഹൗസ് വൈഫാ. അമ്മയുടെ പരീക്ഷണ വസ്തുവാണ് ഞാൻ. എല്ലാ ദിവസവും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി പിന്നീട് പരീക്ഷിക്കണയാണ് എൻ്റെ മമ്മയുടെ മെയിൻ ജോലി. അടുത്തത്, ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ്, മൈ എനിമി, ആരവ് ത്രൂ. എൻ്റെ പപ്പയുടെ ഒരേ ഒരു അനിയനാണ് ദൈവൻ. വെറുതെ ഇരിക്കുന്ന ആരവിനെ പണി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. കാര്യം ഞങ്ങൾ നേരിട്ട് കണ്ട കീരിയും മമ്മീനെയും പോലെ ആണെങ്കിലും എൻ്റെ പപ്പേനെയും മമ്മീനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരവിനെ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഇനി നമുക്ക് സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാം. ആരവേ, ഞാൻ പറഞ്ഞ കാര്യം നീ സീരിയസ് ആക്കി എടുക്കണം. നിന്നോട് ഇന്ന് തന്നെ കല്യാണം കഴിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ സൺഡേ ആ കൊച്ചിനെ പോയിന്ന് കാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടാ മാത്രം നമുക്കിത് ഉറപ്പിച്ചാ മതി. സൺഡേ അല്ലേ, ഞാൻ പോയിക്കോളാം. പിന്നെ ഇന്നലെ നിന്റെ ന്യൂ PA ജോയിൻ ചെയ്തല്ലേ? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എങ്ങനെയുണ്ട് ആള്? കുഴപ്പമില്ല. എന്റെ പൊന്നോ, അത് കേട്ടാ മതി. ഇനി ഒരു റീസൺ ഉണ്ടാക്കി ആ കൊച്ചിനെ കൂടി പറഞ്ഞു വിടരുത്.
നിനക്ക് വേണ്ടി പീരനെ തപ്പി നിറക്കാനേ എനിക്ക് വയ്യാത്തോണ്ട്. അതൊന്നും പറയാൻ പറ്റില്ല. തരുന്നവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാണ്ട് എന്റെ പുറകെ ഒലിപ്പിച്ചടന്ന അത് ആരാണെങ്കിലും ഞാൻ പറഞ്ഞു വിടും. നിന്റെ പുറകെ ഒളിപ്പിച്ചടക്കാൻ മാത്രമുള്ള കണ്ണുകുട്ടികളാണോ ആ ഓഫീസിലുള്ളത്? ദേ ഏട്ടാ, വന്നു വന്ന് ഈ ഇടയായിട്ട് ഇവര് നാക്കിലെ തീരെ ലൈസൻസ് ഇല്ലേ? അവന്റെ വായിന്ന് വർത്താനം നിങ്ങൾ കേട്ടോ? നീ പോടാ, എന്റെ പ്രായത്തില് നിനക്ക് ഇങ്ങനെയൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അതിന്റെ കുശുമല്ലേ നിനക്ക്? ഇതാണോ ഈശ്വര ഈ ന്യൂ ജനറേഷൻ? ദേ പീക്കു, നിനക്ക് കൂടുന്നുണ്ടേ, നിർത്തിക്കോ നീ. എടാ, അവൻ പറയണ നീ എന്തിനാ കേൾക്കാൻ നിക്കുന്നേ? നീ ഇരുന്ന് കഴിക്കേ. ഓ വേണ്ട, മതി, ഞാൻ പോകുക. ആരു, നീ എന്താ മതിയാക്കിയേ? മൊത്തം കഴിച്ചിട്ട് പോ. എനിക്കിന് വേണ്ട. അതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിലേ നിങ്ങൾ കുറച്ചെടുത്ത് നിങ്ങളുടെ മോന്റെ വായിൽ വെച്ചു കൊടുക്ക്. അങ്ങനെങ്കിലും അവന്റെ വായൊന്നും അടഞ്ഞിരിക്കട്ടെ. ദേ പോണ്. കണ്ടിട്ടെന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. മേ കമ്മിങ് സാർ? കമ്മിങ്. എന്താ സാർ എന്നെ വിളിച്ചേ? നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ. ഷേ, ഈ സാറ് പോടന്ന്. ലല്ലു, ഇന്നത്തെ ഡേറ്റ് എന്താ? ഇന്ന് 12-ാം തീയതി. ദിവസം വെനസ്ഡേ. ഇന്നലത്തെ ഡേറ്റ് എന്തായിരുന്നു? ഇന്നലെ 11. ദിവസം ട്യൂസ്ഡേ. അതപ്പോ നിനക്ക് ഓർമ്മയുണ്ട്. ഇന്നലെ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഫയൽ എന്തേ? അത് പിന്നെ സാർ, അത് തീർന്നില്ല. വാട്ട്? അതിന് നിനക്ക് ഞാൻ തീർത്തു തന്നോ? അതാരോ സാർ, അത് കുറച്ച് പാടാണേ. എനിക്ക് കുറച്ചും കൂടി സമയം തന്നാൽ മതി, ഞാൻ പെട്ടെന്ന് തീർത്തു തരാം. എന്ത് ടൈമോ? നിനക്കൊക്കെ ഇവിടെ എന്താടാ പണി? 3 നേരം ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ കിട്ടി എഴുന്നള്ളിക്കോളൂ ഓരോന്നും. ഒരു പണി എടുക്കൂല, ഒരു ഉപകാരവും ഇല്ല. ലല്ലു, ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാണിംഗ്. വിത്തിൻ 2 hours നീ ആ ഫയൽ എന്റെ ടേബിളിൽ സബ്മിറ്റ് ചെയ്തേ പറ്റൂ. 2 hours? എന്താലോചിച്ച് നിൽക്കുക? ഇനി ഇത് ലാഗാക്കാനാണ് നിന്റെ പരിപാടിയെങ്കിലേ നിനക്ക് എന്നെ അറിയാലോ. അറിയാം സാർ. പിന്നെ നീ പോകുമ്പോഴേ അതിഥി എവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നു, ഇങ്ങ് വരാൻ പറ. സാർ, ഞാൻ പറയാം. ഇവരുടെ അപ്പാർട്ട്മെന്റ് കുഴപ്പമൊന്നുമില്ല, സേഫാണ്, നമുക്ക് വിശ്വസിച്ച് നിൽക്കാം. അവിടേക്ക് മാറുന്ന കാര്യം ഞാനും ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ നിന്നുകൊണ്ടിരുന്നേച്ച് അവൾക്ക് ട്രാൻസ്ഫർ ആയി, അവൾ പോവുക. പിന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് മടിയാ. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് സ്റ്റേ മാറ്റണം. നീ വാ, എനിക്കൊരു കൂട്ടുവായല്ലോ. എന്താ മോനെ, നിന്റെ മുഖത്തൊരു കരം? അയാളുടെ കയ്യിൽ നിന്ന് വയറ് നിറച്ച് കിട്ടിയെന്ന് തോന്നണല്ലോ. കിട്ടി. എന്തുവാടാ അയാൾ പറഞ്ഞേ? അതൊന്നും പണയണ്ട. ഇന്നലെ ഒരു ഫയൽ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, ഞാൻ ചെയ്തില്ല. സബാഷ്. എന്നിട്ട് പുള്ളി എന്ത് പറഞ്ഞു? ഇന്ന് ഈവനിങ് ഉള്ളിൽ അത് സബ്മിറ്റ് ചെയ്ത് അയാളുടെ അണ്ണാക്കി തിരികെ കൊടുക്കണം എന്നാ പറഞ്ഞേക്കണം. ഇതെല്ലാം പോട്ടെ, അവസാനം അയാൾ എന്റെ മുഖത്ത് നോക്കിയൊരു വർത്താനം പറഞ്ഞു. 3 നേരം വെട്ടി വിഴുങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നേന്ന്. അങ്ങേരുടെ വർത്താനം കേട്ടതൊന്നും ഇവിടെ എല്ലാ ദിവസവും നോൺ വെജ് ആണ്. ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ 5 ദിവസം വെജ് അല്ലേ? എന്നിട്ടാ അയാളൊരു ഡയലോഗ്. അതെ, കേസ് കൊടുക്കണം പിള്ളേച്ച. 2 വർത്താനം അയാളുടെ മുഖത്ത് നോക്കി പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തേ പറയാഞ്ഞേ? പിന്നെ വേണ്ടെന്ന് വെച്ചു. ഞാനായിട്ട് എന്തിനാ അയാളുടെ കൈക്ക് പണി ഉണ്ടാക്കണേ? പിന്നെ അതിന് ആരോ സാറ് വിളിക്കുന്നുണ്ട്. അപ്പൊ അടുത്തത് ഇനി എനിക്കിട്ടുള്ള പണിയാ. ഏജ ഹോസ്പിറ്റലിലെ ഈ 1 വർഷത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ്. അതിൽ ആദ്യത്തെ 6 മാസത്തെ എല്ലാ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. വെറുതെ കിട്ടിയാൽ പോരാ, ഡെബിറ്റും ക്രെഡിറ്റും സെപ്പറേറ്റ് ചെയ്തിരിക്കണം. അതുമാത്രമല്ല, നിനക്ക് ഇതിൽ ഡൗട്ട് തോന്നുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്യുകയും വേണം, അത് ക്ലിയർ ചെയ്യുകയും വേണം. ഷുവർ സർ, 2 ഡേയ്സിനുള്ളിൽ ഞാൻ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. 2 ഡേയ്സിൽ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ഈവനിങ് തന്നെ എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടണം. ഇന്ന് ഈവനിങ്ങോ? സാർ, ഞാൻ ഇന്നലെ ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് എനിക്ക് കുറച്ച് ടൈം തന്നൂടെ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇന്ന് ഈവനിങ് ഉള്ളിൽ നീ ഇത് തീർത്തിരിക്കണം. ഇത് കംപ്ലീറ്റ് ആക്കാണ്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. എനിക്കറിയാടോ, താണിതെനിക്കിട്ട് മനഃപൂർവ്വമാണ് ഞാനെന്ന്. നീ എന്താ ഇപ്പൊ ആലോചിക്കണെന്ന് എനിക്കറിയാം മോളെ. ഇന്ന് തന്നെ നീ ഇത് സബ്മിറ്റ് ചെയ്യണത് എനിക്കൊന്ന് കാണണം. എന്നാലും ആ കാലം നമുക്ക് 2 പേർക്കും ഒരേപോലത്തെ പണി തന്നല്ലോ എൻ്റെ ആദി.
അതെ അതെ, എന്താടാ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യൂ. എന്താ? നീ ആദ്യം കാര്യം പറ. അത് എനിക്ക് വേണ്ടി ആദ്യം ആരോസ് സാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കുമോ? എന്ത് സംസാരിക്കാൻ? അതാ മറ്റേ ഫയലില്ലേ, അത് 2 മണിക്കൂറിനുള്ളിൽ തീർക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് തീരത്തില്ല. അപ്പോൾ വൈകുന്നേരം വരെ സമയം നീട്ടിത്തരുമെന്ന് ചോദിക്കാനായിട്ട്. അതിക്കിനി ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തുടക്കം കിട്ടുന്ന മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. നീ ചോദിക്കൂലോലോലോലേ? ആ, ഞാൻ ചോദിച്ചോളാന്നേ. ആഡിൻ്റെ ആ പ്രൊജക്റ്റ് നെക്സ്റ്റ് മന്ത് തുടങ്ങിയാൽ പോരെ? അതാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം ഉണ്ടാവുമല്ലോ. ആടാ, അത് മതി. ആദ്യം ഇതാണ് ബെസ്റ്റ് ടൈമിങ്. ചെല്ല്, ചോദിക്കേ. നിക്ക്. ആരോ സാർ? സാർ, ലല്ലുവിന് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഓ, അയാളുടെ വാട്ട് നോക്കിക്കൊണ്ടിരിക്കാണ്ട് എന്താന്ന് വെച്ചാൽ പറയടാ. സാറിന്ന് ഉച്ചക്ക് ഫുഡ് കഴിച്ചായിരുന്നോ? ഇതാണോ നിനക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള കാര്യം? എടാ പട്ടി, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ കാര്യം പറയടാ. മനഃപൂർവ്വമല്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എൻ്റെ കയ്യും കാലം കുറയ്ക്കുന്നു. ആദ്യം ഒന്ന് ചോദിക്കോ പ്ലീസ്. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ എന്നെ കളിയാക്കുവാണോ? ദർശ, നീ വാ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. ഈ നോൺസെൻസിന്റെ ഇടയിൽ. ആരോ സാർ? സാർ പിടി ചില്ല. അമ്മ, എന്റെ മുടി. ആരും പിടിക്കണ്ട. ഞാൻ ഈ ടൈല് ടെസ്റ്റ് ചെയ്തതാ. കണ്ട, കൊള്ളാം, നല്ല ടൈല്. എന്റെ ദൈവമേ, ലല്ലു, അതിഥി, രണ്ടുപേരും ആദ്യം തന്നെ എണീക്ക്. എന്റെ നടുവ് കൊടുത്തിട്ട് നിക്കണ നിലപ്പ് നോക്കിക്കേ, കാലൻ. അതിഥി, തനിക്ക് വല്ലതും പറ്റിയോ? ലല്ലു, നിനക്കോ? നീ ഓക്കെ അല്ലേ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ ദർശൻ സാറേ? കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു വേദന. എന്റെ ദൈവമേ, നിങ്ങൾ രണ്ടുപേരും ചെല്ല്, പോയി റെസ്റ്റ് ചെയ്യ്. ആരവേ, നീ കാണിച്ചത് ഒട്ടും ശരിയായില്ല. നിനക്ക് അവളൊന്ന് പിടിക്കായിരുന്നു. പിന്നെ അവളെ ഞാൻ പിടിച്ച് എന്റെ മടിയിൽ ഇരുത്താം. എന്താടാ നിനക്ക്? അവളൊന്നില്ലെങ്കിൽ ഒരു പെൺകുട്ടിയല്ലേ? നടുവ് തല്ലിയല്ലേ വീണത്? വല്ലതും പറ്റിയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? നിനക്ക് ഇത്ര കൊള്ളാൻ മാത്രം അവൾ നിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ. എന്റെ പൊന്നോ, നിന്നോട് സംസാരിക്കാനായിട്ടേ ഞാനില്ല, ഞാൻ പോവാ. അതിഥി, ദർശൻ സാർ, ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇപ്പൊ കുഴപ്പമില്ല സാർ. വീണ സമയത്ത് നല്ല പേരുണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെ. പിന്നെ ദർശൻ സാർ എന്നെ അതിഥിന്ന് വിളിക്കണ്ട, ആദ്യം വിളിച്ചാൽ മതി. അപ്പൊ ആദി, താൻ എന്തെടുക്കുമായിരുന്നു? ഇത് എന്തിന്റെ ഫയലാ? എന്റെ പൊന്നോ, ഒന്നും പറയണ്ട. ഇന്ന് രാവിലെ തന്നെ ആരും സാർ എനിക്ക് മുട്ടം പണിയെന്നേക്കുക. ഈ റിപ്പോർട്ട് നീ ഈവനിങ്ങുള്ളിൽ കംപ്ലീറ്റ് ചെയ്ത് കാണിക്കണമെന്ന്. എനിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും ചെയ്യും. എന്നാ ഞാനും നോക്കട്ടെ. യെസ് സാർ. ഈ റിപ്പോർട്ട് നേരത്തെ ചെയ്ത് വെച്ചല്ലേ? ആദി, ഇത് സിമ്പിളാ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ദർശൻ സർ.
ഏയ് ആദി, താങ്ക്സ് ഒന്നും വേണ്ട. താനിതെന്തായാലും ആരവിനെ കാണിക്കും. അവൻ എന്തു പറഞ്ഞെന്ന് എന്നോട് പറയണം, കേട്ടല്ലോ? ഓക്കെ സർ. കമ്മിങ് സർ. കമ്മിങ്. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് എനിക്ക് മനസ്സിലായി. അതിഥി, ഒരു എക്സ്ക്യൂസ് എനിക്ക് കേക്കണ്ട. ഈ വർക്ക് നീ തീർക്കാണ്ട് ഇന്ന് നീ വീട്ടിൽ പോകുന്നു നീ വിചാരിക്കണ്ട. ഇങ്ങനെ തോക്കി കയറി വെടി വെക്കാതെ ആരാ സാറേ? ഇന്ന് ഇത് പിടിക്ക്. ഇതെന്താ? സാറല്ലേ പറഞ്ഞു ഇന്ന് തന്നെ ഹോസ്പിറ്റലിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കിട്ടണമെന്ന്. അതാണ് ഇത്. വാട്ട്? നീ ഇത് ചെയ്തോ? വെയിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. നോക്കട്ടെ മോനെ, നീ കണ്ണു മിഴിച്ചു നോക്ക്. നീ ഇതെങ്ങനെ ചെയ്തേ? എനിക്കിതൊക്കെ സിമ്പിൾ അല്ലേ? എന്നാലും ഇവളിതെങ്ങനെ? അപ്പൊ ഓക്കെ ആരോ സാർ, ഇന്നത്തെ എന്റെ ടൈം കഴിഞ്ഞു. 6 മണിയായില്ലേ? നമുക്കപ്പോ നാളെ കാണാം. എന്താ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ടടി മോളെ. എനിക്കുള്ള അടുത്ത പണി ഞാൻ നാളെ തരാം. എന്റെ കർത്താവേ, ഇത് എന്ത് മഴയാ! ഒരു ബസ് പോലും വന്നില്ലല്ലോ. ഇതാരാ? ആദി, ഇത് ഞാനാ, ദർശൻ. സാറായിരുന്നോ? താൻ അവിടെ നിക്കാണ്ടിങ്ങ വാ, വന്ന് കേറ്. അയ്യോ, അത് കുഴപ്പമില്ല, ഞാൻ ബസ്സിൽ പോയിക്കോളാം. ഈ മഴയത്തിന്റെ ബസ്സൊക്കെ എപ്പ വരാനാ? താൻ കേറ്, ഞാൻ എന്തായാലും ആ വഴിയാ, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം. സാർ, അതെ, ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ? ശരി. സാറിനൊരു കാര്യം അറിയോ? എനിക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മഴയും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ട. അത് താൻ പറഞ്ഞ കറക്റ്റാ. അപ്പൊ നാട്ടിൽ താനെങ്ങനെ എന്നും നൈറ്റ് ഇതേപോലെ ഡ്രൈവിന് ഇറങ്ങൂ? എവിടെന്ന്? ഞാൻ എങ്ങനെ പോവാനാ? രാത്രിയായ അച്ഛനമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. പേടി അവർക്ക്. പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇപ്പത്തെ കാലമല്ലേ. അത് ശരിയാ. അല്ല, അതൊക്കെ പോട്ടെ. താൻ ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ആരവെന്താ പറഞ്ഞേ? എന്റെ ദർശൻ സാറേ, അയാളുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ചമ്മി നാറിയിരിക്കണ ഒരു ഫേസ്. പാവൻ. സാറിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ റിപ്പോർട്ട് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഒക്കെ എന്തിനാ? ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. തനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നു, അത്രയല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ താൻ ഒറ്റയ്ക്ക് ചെയ്തല്ലേ. അപ്പൊ ക്രെഡിറ്റ് തനിക്കിരിക്കട്ടെ. പിന്നെ ഞാനൊന്ന് നോക്കട്ടെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നേരത്തെ വല്ല പരിചയമുണ്ടോ? അങ്ങനെ ചോദിച്ചാ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. എന്നാ പിന്നെ പറ, കേക്കട്ടെ. ഓ, അപ്പൊ ഇതുകൊണ്ടാണ് ആരത് ഇങ്ങനെ കിടന്ന് തിളക്കണത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായ? സത്യം പറഞ്ഞ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങേരുടെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് എന്ത് തരം പണിയാ തന്നെ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം.